മധുവിധു ആഘോഷിക്കാൻ വയനാട്ടിലെത്തി ദുരന്തത്തിൽപ്പെട്ട ഒഡീഷ സ്വദേശി പ്രിയദർശിനി ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇനി നാട്ടിലേക്ക് മടങ്ങേണ്ടത്. പ്രിയതമന്റെ ഉയിരെടുത്ത ഉരുൾ ബാക്കി വെച്ച ജീവിതവുമായാണ് പ്രിയ മടങ്ങിയത്. ഭുവനേശ്വർ ഹൈടെക് ആശുപത്രിയിലെ നഴ്സായ പ്രിയദർശിനി ഇപ്പോൾ ഭർത്താവ് ഭുവനേശ്വർ എയിംസിലെ ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിന്നാര, സുഹൃത്തുക്കളായ സുധീൻ പാണ്ഡ, ഭാര്യ ശ്രീകൃതി മോഹൻ പത്ര എന്നിവരാണ് മധുവിധു ആഘോഷിക്കാനെത്തി ഉരുൾ ദുരന്തത്തിൽ പെടുന്നത്. ഇവരിൽ പ്രിയദർശിനിയും ശ്രീകൃതിയും മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ശ്രീകൃതി ചികിത്സയിൽ തുടരുകയാണ്. ഉരുൾപൊട്ടലിന്റെ 3 ദിവസം മുൻപാണ് ഇവർ വെള്ളാർമല ലിനോറ വില്ല റിസോർട്ടിൽ എത്തുന്നത്. 2 ദിവസത്തെ താമസത്തിനാണ് എത്തിയതെങ്കിലും 1 ദിവസം കൂടി നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. രാത്രി വൈകിയാണ് കിടന്നത്. അധികം വൈകാതെ വൻ ശബ്ദം കേട്ടുണരുമ്പോൾ താമസിച്ചിരുന്ന റിസോർട്ട് മണ്ണിൽ പുതഞ്ഞിരുന്നു. കഴുത്തൊപ്പം ഉയർന്ന ചളിയിൽ 200 മീറ്ററോളം ഒഴുകിപ്പോയ പ്രിയദർശിനിയും ശ്രീകൃതിയും സ്കൂൾ പരിസരത്ത് തങ്ങി നിന്നു. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ ജബലുർ റഹ്മാനും സുഹൃത്തുക്കളും ചേർന്നിവരെ വലിച്ചു കയറ്റി. കൂടെ 2 പേർ ഉണ്ടായിരുന്നുവെന്ന് പ്രിയദർശിനി പറഞ്ഞതോടെ അവരെ തിരയാൻ തുടങ്ങി. ഉടൻ തന്നെ അടുത്ത ഉരുളും പൊട്ടിയതോടെ അവിടെ നിന്ന് രക്ഷപ്പെടാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ചൂരൽമലയിൽ നിന്നും ഭർത്താവ് വിഷ്ണു പ്രസാദ് ചിന്നാരയുടെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയച്ചെങ്കിലും ഗുരുതര പരിക്കുകളേറ്റ് ചികിത്സയിൽ തുടരുന്നതിനാൽ പ്രിയദർശിനിക്ക് ഒപ്പം പോകാനുമായില്ല. ഇവരുടെ സുഹൃത്ത് ഡോക്ടർ സുധീൻ പാണ്ഡയെ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല.